രാവിൽ പക്ഷികളക്ഷരശ്രുതി മുഴക്കിയിടുന്ന യാമം കുളിച്ചീറൻ ചുറ്റിയഹം മറന്നു തൊഴുകൈയായി തീരും അപ്പൗരുഷം. നാഭീപത്മമതിന്റെ കർണികയിൽ വച്ചിന്നാടുകാക്കുന്ന സംഗീതക്കാർമുകിലിന്നനന്തശയനം കർപ്പൂരമിന്നൻ മനം. എസ് രമേശൻ നായരുടെ സ്വാതിമേഘം എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശ്ലോകം. അക്ഷരശ്ലോക കലയെ സ്നേഹിക്കുന്നവർക്കും അഖില കേരള അക്ഷരശ്ലോക പരിഷത്തിനും സമർപ്പിച്ച ഒരു പുസ്തകമാണ് സ്വാതിമേഘം. സ്വാതിമേഘം എന്ന ആ കവിതയ്ക്ക് കവനകൗതുകം അവാർഡും കിട്ടിയിട്ടുണ്ട്. രാവിൽ പക്ഷികൾ അക്ഷരശ്രുതി മുഴക്കിയിടുന്ന യാമം കുളിച്ചീറൻ ചുറ്റി അഹം മറന്നു തൊഴുകൈയായിത്തീരുമപ്പൗരുഷം. സ്വാതി തിരുനാളിനെ കുറിച്ചാണ് ഈ കവിത. സ്വാതി തിരുനാൾ സ്മരണയോടുകൂടിയ ഈ കവിതയിൽ തുടങ്ങി ചിത്തിര സ്മൃതിയിലാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. സ്വാതി തിരുനാളിന്റെ ജീവിതത്തിനെ ക്രമമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഈ കവിതയിൽ. നാദബ്രഹ്മ ശിവാബ്ധി ചൂഴ്ന്നു നടുവിൽ പൊന്തും കിളിപ്പച്ചയിന്നാട് എന്ന് തുടങ്ങിയെടുത്ത് പുകൾപെറ്റത തിരുമനസ്സിന്നൻ മനസ്സല്ലയോ എന്ന ആദ്യത്തെ ശ്ലോകവും, രണ്ടാമത്തെ ശ്ലോകം പാടിപ്പോയി ഇരയിമ്മ സൗമ്യ കവിതാകണ്ഠം കളിത്തൊട്ടിലൊത്താടി പൂമധു കൊണ്ടുണർന്ന മധുരത്തിങ്കൾ കിടാവിൻ മുഖം എന്ന രണ്ടാമത്തെ ശ്ലോകം ബാല്യമായി. മൂന്നാമത്തേത് രാവിൽ പക്ഷികൾ അക്ഷരശ്രുതി മുഴക്കിയിടുന്ന യാമം കുളിച്ചീറൻ ചുറ്റി അഹം മറന്നു തൊഴുകൈയായിത്തീരുമാ പൗരുഷം. യൗവനത്തിലേക്ക് കടന്നു. നാഭീപത്നം അതിന്റെ കർണികയിൽ വച്ച് നാടുകാക്കുന്ന സംഗീതക്കാർ മുകിലിൻ അനന്തസേന. അദ്ദേഹം ഭരണം തുടങ്ങുന്ന ആ സമയത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ഈ ശ്ലോകത്തിൽ. രാവിൽ പക്ഷികൾ അക്ഷരശ്രുതി, ഇന്ന് രാവിലെ പക്ഷികൾ അക്ഷരശ്രുതി മുഴക്കുന്നതായിട്ട് തോന്നുകയാണ്. കുളിച്ചീറൻ ചുറ്റി അഹം മറന്നു തൊഴുകൈയായിത്തീരുമ പൗരുഷം. അന്നേരം ആ സമയത്താണ് അദ്ദേഹം യൗവനത്തിലേക്ക് കിടക്കുന്നത്. നാഭീപത്മം അതിന്റെ കർണികയിൽ വച്ച് നാടുകാക്കുന്ന സംഗീതക്കാർമുകിലിൻ അനന്തസേനം. സംഗീതക്കാർമുകില് നാഭീപത്മത്തിൽ വെച്ച് ഈ നാട് കാക്കുന്നു. അതായത് അനന്തപത്മനാഭൻ, അനന്തശായിയായ പത്മനാഭൻ അദ്ദേഹത്തിന്റെ കിടപ്പിനോട് സാമ്യപ്പെടുത്തി സ്വാതി തിരുനാളിനെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് മൂവാറ്റുപുഴ ആനിക്കാട് സ്വദേശി ശ്രീല.